പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്പോൾ ഏകദേശം നാളെ ഞായറാഴ്ച, നാളെ ഒറ്റ ദിവസമുണ്ട്. തിങ്കളാഴ്ച പൂർണ്ണമായിട്ടുള്ള മന്ത്രിസഭ അധികാരത്തിലേറുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏറിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ഘടകകക്ഷികളുടെ നേതാക്കന്മാരായി, പിന്നീട് ചർച്ച ചെയ്തിട്ട് മറ്റും മന്ത്രിമാരാണ്. ഈ മന്ത്രിസഭ ലേറ്റായ കാരണം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിൻ്റെ ഒന്നിച്ചെല്ലാവരും കൂടെ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ലേറ്റായതിൻ്റെ ഒരു മാറ്റ് കുറച്ചതിൻ്റെ അതങ്ങ് മാറിക്കിട്ടും. അപ്പം ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിലെ മന്ത്രിമാരുടെ, ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഉള്ളത്, സിദ്ദിഖ്, അൻവർ സാദത്ത്, ഇതാര് വേണം? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അൻവർ സാദത്ത് വേണം. കാര്യം എന്തുവാ? അൻവർ സാദത്താണ് സിദ്ദിഖിനെക്കാട്ടിൽ സീനിയർ. അതുകൊണ്ട് തീർച്ചയായിട്ടും അൻവർ സാദത്ത് വേണം. അത് മുസ്ലിം പ്രാതിനിധ്യമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. പിന്നെ ബിന്ദുകൃഷ്ണ യാതൊരു കാരണവശാലും ഇപ്രാവശ്യം മന്ത്രിസഭയിൽ എടുക്കേണ്ട കാര്യമില്ല. ഈ ജാതി പ്രാതിനിധ്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരാദ്യമായിട്ടൊരു MLA ആയ പാർട്ടിയാണ്. പക്ഷേ അവർ ആത്മാർത്ഥതയുള്ളതാണ്. ഈ ലതിക സുഭാഷിനെ പോലെ മുട്ടയടിക്കുമെന്നൊക്കെ പറഞ്ഞ് പോയതല്ല. പക്ഷേ ബിന്ദുകൃഷ്ണ MLA ആയില്ലേ, ഇനിയും അവർക്ക് സമയമുണ്ട്. അവരെയും മന്ത്രിസഭയിൽ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ലിജു, കായംകുളത്തുനിന്ന് വെച്ചാൽ ലിജു ശരിയാണ്. പുള്ളി ചോദിച്ച നല്ല ഇതുണ്ട്. പുള്ളിക്കാരനെയും മന്ത്രിസഭയിലേക്ക് തൽക്കാലം എടുക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്രൂപ്പ് താല്പര്യം നോക്കേണ്ട. പുള്ളിയും ജയിച്ചു, പലവട്ടം ഇപ്പം ജയിച്ചു. ഇപ്പോൾ ഒരു പ്രാവശ്യം MLA ആയിട്ടിരുന്നിട്ട് അദ്ദേഹത്തിന് ഇനിയും, പുള്ളിക്കാരനും ചെറുപ്പക്കാരനാണ്, ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് മന്ത്രിയായിട്ട് സ്ഥാനം കിട്ടാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. അപ്പം ലിജുവിനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുത്. പിന്നെ ഷാനിമോൾ ഉസ്മാൻ, തീർച്ചയായിട്ടും ഒരു വനിതാ മുസ്ലിം, ഇത് രണ്ടും കൂടെ കൂടുമ്പം ഷാനിമോൾ ഉസ്മാന് ബിന്ദുകൃഷ്ണനെക്കാട്ടിൽ വനിതയുടെ കാര്യത്തിലാണേലും മുസ്ലിമിൻ്റെ കാര്യത്തിലാണേലും ഒരു സീനിയോറിറ്റിയുടെ കാര്യത്തിലാണേലും പുള്ളി ആദ്യം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒന്ന് ജയിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പരിഗണിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഞാൻ പറഞ്ഞ അഭിപ്രായം ഇരുമ്പലക്കൊന്നുമല്ല, EMS പണ്ട് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.